റോൾ മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് റോൾ മോഡല് പരുമല തിരുമേനി, പാപ്പാടി തിരുമേനി ഉണ്ടോ? എന്തിനാ ബയോഗ്രഫി പഠിപ്പിക്കുന്നത്? റോൾ മോഡലിന് വേണ്ട. നമ്മുടെ റോൾ മോഡല്, ഏറ്റവും വലിയ റോൾ മോഡൽ ആരാ? യേശു ക്രിസ്തു, പരുമല തിരുമേനി, പാമ്പാടി തിരുമേനി, വീട്ടിലെ നല്ല പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, അപ്പനാണോ ഈ റോൾ മോഡൽ അനുസരിച്ച്? അത് ബി എ റോൾ മോഡൽ. ആ റോൾ മോഡൽ കുഞ്ഞുങ്ങൾ കൊടുക്കണം. Then acknowledge every effort put in by your, not for the win, but effort ചെയ്ത് നമ്മൾ നടക്കണം. ഓരോ നിമിഷം നടക്കണം. അക്നോളജ് ചെയ്യും. നമ്മൾ നടത്തണം. ഫസ്റ്റ് പ്രൈസ് പാസ്സായില്ല, കുഞ്ഞു പോയി ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, പ്രസംഗിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേ ആ എഫേർട്ട് തന്നെ എടുക്കണം. കൺഗ്രാജുലേഷൻ, യെസ്, കൊള്ളാം. പ്രൈസ് മേടിക്കുന്നതിലാണോ? അവിടെ നമ്മൾ അങ്ങനെ, എന്നാലേ അടുത്തതിലേക്ക് കൊച്ചിന് പോകാൻ പറ്റുന്നുള്ളൂ. Then accentuate the positive, accentuate the positive behavior, negative behavior പിന്നെ positive. Then next one, next slide. Then next കൊടുത്തു. The respect your child's, respect your child's feelings. അവരുടെ ഫീലിംഗ് ലെവലിൽ എന്നാ എടുക്കണം? Because it is the temperament അനുസരിച്ച് അവരുടെ ഫീലിംഗ് ലെവൽ വ്യത്യാസമാണ്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ചില സമയം നിശബ്ദമായിട്ട് ഇരുന്നിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള എന്നാ കൊടുക്കണം? അവസരം ഉണ്ടാക്കി കൊടുക്കണം. Then listen with understanding. Then bring your child closer to you and make his life and yours meaningful. അർത്ഥപൂർണമായിട്ട് നമ്മൾ മാറ്റണം. പറ്റുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ bring your child and husband, bring your wife and child closer to you and it will be more meaningful. അത് ആക്കി തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. Then next slide. Then അത് നിങ്ങളൊന്ന് മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് എഴുതണ്ട, ഒന്ന് വായിച്ചു. എന്നാ bitter are the tears of a child. എന്നാ എടുക്കണം? Super. Try to understand these words. Then ruffled are the thoughts of your child. അവരുടെ ruffled thoughts ആയി ഡെവലപ്മെന്റ്. Try to എന്നാ എടുക്കണം? Quicken them. നമുക്ക് അതിനുള്ള ക്ഷമ വേണോ? ക്ഷമയില്ല. Then third one, heavy is the grip of your child. Lighten it. Then next one, soft is the heart of your child. ഇതൊന്ന് മനസ്സിന്റെ ഉള്ളിൽ ഇത് തന്നെയാ. ഈ ചൈൽഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ഒന്നും കൂടെ മാറ്റണം. ആരെന്ന് മാറ്റണം? വൈഫ് ഒന്നും വേണം. പിള്ളേരെ പോലെ തന്നെയാ സ്ത്രീകൾ കേട്ടോ. ഇതുപോലെ തന്നെ വല്ലപ്പോഴും ഒന്ന് അവരെ ഒന്ന് ലൈഫിനാക്കാനും എംബ്രാസ് ചെയ്യാനായിട്ടും വിട്ട് ചെയ്യാനും സൂത്രം ചെയ്യാനും ഒക്കെ ഫാമിലി ലൈഫ് ആണോ? Just change the child in place of wife, in place of child. That is also family relationship, for building the family relationship. Next slide. I am going to winding my section. So what is neurosis? Neurosis is mild mental health problem and psychosis is major mental health problem. So I am winding this. Neurotics build castles in the air. Neurotics build castles in the air. Psychotics build castles in the air and live in them. And psychiatrists, psychologists and counselors collect rent from above. Because we have enough cases with the psychotics and we are collecting. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ വളർത്തുക. കാരണം ഞങ്ങൾക്ക് എന്നാ എടുക്കും? പണി. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണ്ട. കാരണം ഇപ്പോൾ 15 മിനിറ്റ് ഷെഡ്യൂൾ ചെയ്തതിനെ കഴിഞ്ഞും കൂടുതലിതും പോട്ടു. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അധികം പ്രസംഗമാകും. പക്ഷേ എനിക്ക് ടൈം പറഞ്ഞതിനെ കഴിഞ്ഞു അല്പം താമസം തുടങ്ങിയതുകൊണ്ട് ഞാൻ ടൈം എടുത്ത്. എങ്കിലും എനിക്ക് അധികം കേസ് വർക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എഫക്റ്റീവ് നിങ്ങളുടെ കുടുംബം എൻലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കളുടെ ഈ ബ്രെയിൻ സിസ്റ്റം, ഈ നിങ്ങളുടെ ശരീരം ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ നിങ്ങളുടെ ചൈൽഡിന്റെ വിദ്യാഭ്യാസം ഇതൊക്കെ ഷേപ്പ് ചെയ്തിട്ട് അതിന് സ്പിരിച്വാലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ ദൈവസന്നിധിയിൽ. അത് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് അത് മാത്രമാണ്. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്നാ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അപ്പം കുടുംബം പ്രകാശപൂരിതമാകുമോ? മക്കൾ നന്നായി കഴിയുമ്പോൾ എന്നാകും? സോ നമ്മുടെ എന്റെ സബ്ജക്റ്റ് ആണ് enlighten your family by, is it clear? Is it the heading clear ആയോ? നിങ്ങളുടെ കുടുംബം പ്രകാശപൂരിതമാകുന്നത് by the effective parenting ആണ്. അല്ലാതെ നിങ്ങൾ എന്നാ ഉണ്ടാക്കിയാലും നിങ്ങളുടെ കുടുംബം എന്നാകുകയില്ല, പ്രകാശപൂരിതമാകുമോ? Because of that I am giving the heading to enlighten effective parenting. അതാണ് ഏറ്റവും ഉള്ളത്. നിങ്ങളുടെ കുടുംബം പ്രകാശപൂരിതമാക്കുവാനുള്ള ഏറ്റവും, that is through the spirituality. അതുകൊണ്ടാണ് ഞാൻ ആ കെട്ടിക്കുന്നത്. ഇന്ന് we are trying to enlighten our family through money, through alcohol, through illegal relationship, through internet, through medias. Instead of that, you try to enlighten your family by effective parenting, by the high spiritual life. ഇതാണ് എൻ്റെ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കെട്ടിങ് നിങ്ങൾ ഓർക്കണം, ഈ ഓർഗൺ പോലെ തന്നെയുള്ള ഓർഗൺ ഏതെന്ന് പറയുന്നത്
ഈ ബ്രെയിൻ. ആ ബ്രെയിനകത്ത കമ്പോണന്റ് എല്ലാം മനസ്സിലിരിപ്പുണ്ടോ? ഇത് നമ്മളെ ഷേപ്പ് ചെയ്ത് അതിന് നമുക്കൊരു നല്ലൊരു സ്കില്ല് വേണം. അത് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അങ്ങനെ സ്കില്ല് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല തലമുറ ലോകത്തില് ഉണ്ടാകുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് എഫക്റ്റീവ്. ദ ക്ലാസ് എഫക്റ്റീവ് ആയത് ചിന്തിക്കുന്നത്. കാരണം ഐ ആം ഗെറ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ഓഡിയൻസ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഇന്ത്യക്ക് വെളിയിൽ എന്നെ ഉപയോഗിക്കുന്നത് കൂടുതലും മറ്റ് സഭക്കാരും ആൾക്കാരും, നമ്മുടെ ആൾക്കാർക്കില്ല. ഐ ആം പ്രൗഡ്. എനിക്ക് ഞാൻ അഹങ്കാരം പറയില്ല, ആത്മവിശ്വാസം ഉണ്ട്. എനിക്ക് ഇന്ന് ഈ മേഖലയിലെ സാധാരണ ഒരു റിസോഴ്സ് പേഴ്സൺ പറഞ്ഞ കഴിഞ്ഞും എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള മെറ്റീരിയലും കഴിവ് എനിക്ക് ഉണ്ട് എന്നുള്ള അത് ദാറ്റ് ഈസ് നോട്ട് അഹങ്കാരം, ആത്മവിശ്വാസം ഉണ്ട്. ബട്ട് ദ ചർച്ച് ഈസ് നോട്ട് യൂസിങ് സച്ച് എ പേഴ്സൺസ് ഇൻ അവർ സിറ്റുവേഷൻ. യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ എന്നെ എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് എവിടുന്നെങ്കിലും എവിടെയുള്ളവരെ പോയി നമ്മുടെ ഇഷ്ടം പോലെ റിസോർട്ട്, നിങ്ങളിലും ഉണ്ട് റിസോർട്ട് പേഴ്സൺ. നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ ഒന്ന് പൂൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലേബേഴ്സിൽ ഇഷ്ടം പോലെ നല്ല കഴിവുള്ള ആൾക്കാരില്ലേ, ഉണ്ടോ? ഇവരെയൊക്കെ കൂടി എടുത്ത് എന്തെല്ലാം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാം. ബട്ട് വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ, അത് ഞാൻ വിമർശനാത്മകമായിട്ട് പറയുന്നത്. സാധാരണ കത്തോലിക്കൽ ഒരു അച്ഛനാണെങ്കിൽ അവരെ ഇങ്ങനെ ഒരു അച്ഛനെ അവർക്ക് കിട്ടുവാണെങ്കിൽ അവരെ ആ ഭംഗിയായിട്ട് അതുകൊണ്ട് നല്ല പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാക്കും. നമ്മളെന്നാന്നറിയോ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ എടുക്കും? മറ്റുള്ള അച്ഛന്മാരെല്ലാവരും കൂടെ കൂടി മെത്രാച്ചനോട് കൂടി എന്നാ എടുക്കും? ഇവർ പൊങ്ങരുതെന്ന് പറഞ്ഞ് അതാണ് നമ്മുടെ സഭയുടെ പ്രശ്നം. പിന്നെ ജോസഫിന് അങ്ങനെയുള്ള ആളല്ല, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളല്ല. അതുകൊണ്ടാണ് അച്ഛനെ എന്നെ കുറിച്ച് അറിയാം, അച്ഛൻ അതിനൊരു പോസിറ്റീവ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇടവകയിൽ കുറെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇതിപ്പോ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറെ എന്നാ ഉണ്ടായിട്ടുണ്ട് വെളിച്ചം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ടേക്ക് എന്തരം ക്ലാസ് ഉണ്ട്. ലാപ്ടോപ്പിനകത്ത് ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ വരുവാണെങ്കിൽ പേരൻസിനോ ഇതുപോലെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ എടുത്തുതരാൻ ഐ ആം റെഡി. ഞാൻ വന്ന സമയം കൊണ്ട് എനിക്ക് 2 ആഴ്ച മാത്രമേ സമയം കിട്ടുള്ളൂ. ഫെബ്രുവരി 1 ഡിഫൻസ് ആണ് ഷില്ലോങ്ങിൽ വെച്ച്. ഡിഫൻസ് ഓക്കെ ആയാൽ 3rd ഐ ആം ഗോയിങ് ടു അവാർഡഡ് ബൈ PhD ഫ്രം ദലൈലമ. ദലൈലമയാണ് അവാർഡ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രതീക്ഷിക്കുന്നത് 3-ാം തീയതി എൻ്റെ എഫേട്ട, ഒരു 7.5 വർഷത്തെ എഫേട്ട, അതുകൂടെ ഇപ്പോൾ ഇതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 13 വർഷമായിട്ട് എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ്. എനിക്ക് ഗ്രാജുവേഷൻ 3 എണ്ണം ഉണ്ട്, PG 2 എണ്ണം ഉണ്ട്, അൺഎയർപിജി ഡിപ്ലോമ ഉണ്ട്, MPhil ഉണ്ട്, അതിന് PhD കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം സ്പെഷ്യലൈസേഷൻ ഇഷ്ടം പോലെ സബ്ജക്റ്റ് എടുക്കാൻ അത് ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും ഞാൻ തരണം ചെയ്തുകൊണ്ടാണ്. അത് ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. 99% ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ആ എഫേർട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഫോൺ നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലൈഡിലുണ്ട്, ലാസ്റ്റ് സ്ലൈഡ് ഒന്ന് എടുത്തിടുക. അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എബിഡിയിലുണ്ട്. ഏത് സമയത്തും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് കേരളത്തിലോ മറ്റുള്ള കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട്. വെളിയിലുള്ള ഹീലിംഗും ഉണ്ട്, മറ്റേ ക്ലാസ് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ എടുത്ത് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ പള്ളിയിലെ അച്ഛൻ്റെ എബിഡിയിൽ ഉണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഇടാം. ഇപ്പോൾ മൊബൈൽ നമ്പരും ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്താൽ എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണെന്ന് ആരും ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സന്തോഷം നിലനിൽച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തിയിരിക്കുന്നു. അച്ഛനെ ഇവിടെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദയവായി എന്നെയോ ബഹുമാനപ്പെട്ട റെജി സി വർഗീസ് അച്ഛനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അച്ഛനെ അതുവഴിയായിട്ട് നിങ്ങളെ ബന്ധപ്പെടുത്താവുന്നതാണ്. പ്രത്യേകമായിട്ട് ഈ അനുഗ്രഹപൂർണമായ ഒരു സെമിനാറിൽ കൂടെ നമ്മളെ പ്രബുദ്ധനാക്കിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്ന് 16-ാം തീയതിയുള്ള കപ്പിൾസിനുള്ളതായ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സെമിനാർ 16-ാം തീയതി വൈകിട്ട് NSCL വെച്ച് നടത്തപ്പെടുന്നു. എല്ലാ മാതാപിതാക്കന്മാരും ഈ കാര്യങ്ങളിൽ പ്രത്യേകമായി നമ്മുടെ മക്കൾ നമ്മുടെ ഭാവി വാഗ്ദാനമാണ്.
മക്കൾക്ക് വേണ്ടി ജീവിക്കുക, പ്രയത്നിക്കുക. അതുകൊണ്ട് നല്ല ഒരു മാർഗനിർദ്ദേശം ലഭിക്കത്തക്കവണ്ണം ആ സെമിനാറിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും പറഞ്ഞയക്കുവാൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് OCYMന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതിൽ എല്ലാവരും സംബന്ധിക്കുക എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ചോദ്യങ്ങൾ, അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്, അല്ലെങ്കിൽ അച്ഛനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുവഴിയാൻ നിങ്ങൾക്ക് അത് അച്ഛനെ കോൺടാക്ട് ചെയ്യാനും സംശയം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഈ തരുണത്തിൽ നമുക്ക് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് യാത്രയായ ആ ദീപ്തിയെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ സെമിനാർ അവസാനിപ്പിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസിയെ നീ ജീവസ്വരമതുണർത്തണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, ആശ്രയത്തിൽ മരിച്ചതിന്റെ വഴിയെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങൾ മരിച്ചവരെ സ്നേഹിക്കണമേ. അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ വഴിയിലൂടെ നീ പാർപ്പിക്കണമേ. അതിനുവരെ മനുഷ്യരാകുന്നതായ സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം നമസ്കാരം കേൾക്കുന്നവനെ, ആദരവ് നൽകുന്നവനെ, നമസ്കാരം പിതാവേ, ശുദ്ധനാമത്താൽ ഞങ്ങളെ കാത്തോള സമയത്ത് ദൈവത്തെ മനുഷ്യളണമേ. ആമേൻ. പാർക്കുമോ പിതാവായ ദൈവത്തിന്റെ സ്നേഹമായ പിതാവിനുമേ, ആശ്വസിപ്പുറവാട് സമുദ്രവും സഹവാസവും നാം ഏവരുടെ മേലും ഇവിടെ സന്നിധരായിരിക്കുന്ന ഏവരുടെ മേലും നാം കേട്ട നല്ല വിഷയത്തിന്മേലും നിന്റെ വചനം കൊണ്ട് ശക്തീകരിച്ച വൈദിക ശ്രേഷ്ഠന്മേലും നടക്കുവാൻ പോകുന്ന എല്ലാ വിശുദ്ധ കുർബാനകളിലും ഇന്നേക്കുണ്ടായിരിക്കുവാനായിട്ട്. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട ജോൺസ് അച്ഛനോടും ഇതിന്റെ സംഘാടകരായ മധ്യവർജന പ്രസ്ഥാനത്തോടും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ നാളെ സെന്റ് ജോർജ് ചാപ്പലിലും വൈകിട്ട് സാൽമേ ചാപ്പലിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന